വലിയ MNCs നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം വലിയ കമ്പനികൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ ടീം. നിങ്ങൾ ഒരു ആമസോണിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ എന്താ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ടീം കാണും, ക്ലൗഡിന്റെ സർവീസുകൾക്ക് ഒരു ടീം ഉണ്ടാവും, അങ്ങനെ പല പല ടീമുകളുണ്ടാവും. അപ്പൊ അവിടെ ഉള്ള ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുകയല്ല, അത് റീയൂസ് ചെയ്യാനാ പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങളൊരു സംഭവം കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ഫോർ ദി കമ്പനി ടു റീബിൽഡ്. അതായത് ഈ ടെക്നോളജി മറ്റ് ടീമിനകത്ത് ആ ഓർഗനൈസേഷനകത്ത് അങ്ങോട്ട് കൊണ്ട് ഷെയറിംഗ് ആ ചെയ്യുന്നത്. വിശ്വസിക്കുകയും ചെയ്യും കേട്ടോ, അതിവന്മാർ വിശ്വസിക്കും. ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് ഭക്തന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഓർഗനൈസേഷനകത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ടീം ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതാണെന്ന് വിചാരിക്കരുത്, അത് മറ്റു ടീമുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. മാത്രമല്ല മറ്റു ടീമുകൾ കണ്ടുപിടിച്ച ഇന്നോവേഷൻസ് നിങ്ങൾക്ക് അതിൽ ഫർദർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ കൊളാബറേഷൻ ചെയ്യണം. അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോ ആവുക എന്നാണ് ഇന്റേണലി അവർ പഠിപ്പിക്കുന്നത്. ഐ ആം നോട്ട് കിഡിങ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ MNC ജോലി ചെയ്യുന്ന ആള് ഉള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക, ഇങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതേ ആളുകൾ തന്നെ പറയുകയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്ത് വെക്കുന്നതും ഒക്കെയാണ് ഇന്നോവേഷനെ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ കമ്പനികളുടെ ഉള്ളിൽ അവർ തന്നെ പറയുന്നുണ്ട് മറ്റെല്ലാ ടീമുകളും അങ്ങോട്ട് ഷെയർ ചെയ്യണം കേട്ടോ, അതാണ് നല്ലത്. നമ്മള് എല്ലാവരും ഓരോ തുരുത്തിലായിട്ടിരുന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി ആണ്. കാരണം പണ്ട് അവരങ്ങനെ ഷെയർ ചെയ്യാത്തപ്പോ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരേ വീല് റീഇൻവെന്റ് ചെയ്തോണ്ടിരിക്കുക അവര്. അപ്പൊ അത് റെപ്പറ്റീഷൻ ഓഫ് വർക്കാണ്, തുരുത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയല്ല അവര് വർക്ക് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്, ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ ലോജിക്ക് അവരുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ അവർ അപ്ലൈ ചെയ്യാറില്ല. ഇതില് മനസ്സിലാക്കുന്ന കാര്യം, ഈ മെജോറിറ്റി ഓഫ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്പനി നിന്ന് ലാഭം കൊയ്യുന്ന ടീംസ് ഒന്നും അല്ല. ഇവന്മാരൊക്കെ ഈ കമ്പനികളത് പണിയെടുത്തോണ്ടിരിക്കുന്നവരാണ്. മനസ്സിലായോ? സോ ഇവന്മാരുടെ ഒരു ബോധമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ലൈക് ദേ ബിലീവ് എവറിത്തിങ് ദാറ്റ് ദേ ആർ ബീങ് ടോൾഡ്. അത്രയ്ക്ക് നൈവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കള്ളികളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.